നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ ഉന്നമിട്ട് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഒളിയമ്പ്. ആർക്കും ദോഷമുള്ള പണി മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ലെന്നും താൻ അങ്ങനെ ചെയ്യില്ലെന്നും കെ.ബി. ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. 10 രൂപ ടിക്കറ്റിന് യാത്ര തുടരില്ല, ആള് കയറാൻ വേണ്ടി നടപ്പാക്കിയെന്നാണ് MD പറഞ്ഞത്. എന്നാൽ വന്ദേ ഭാരതിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടാണോ ആള് കയറുന്നതെന്നും ഗണേഷ് കുമാർ ചോദിച്ചത്. KSRTCയിലെ ചെലവ് ചുരുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും അഴിമതി ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. KSRTC യൂണിയനുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. കാണിക്കയിടുന്ന പണം സ്വന്തം പോക്കറ്റിൽ നിന്നാകണം, വല്ലവരുടെയും തേങ്ങയെടുത്ത് ഗണപതിക്ക് അടിച്ചിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെയാണെന്നും മന്ത്രി പറഞ്ഞു. ഡീസൽ വണ്ടികൾ പൂർണ്ണമായും നിർത്താനാകില്ല, ഊഹക്കണക്ക് പറ്റില്ല, സർക്കാരിന്റെ പണം പോകുന്ന ഒരു കാര്യവും താൻ ചെയ്യില്ലെന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. KSRTCയിൽ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. യൂണിയനുകളുമായി പ്രത്യേകം ചർച്ച നടത്തുമെന്നും സ്റ്റോക്ക്, അക്കൗണ്ട്, പർച്ചേസ് എന്നിവയ്ക്കായി പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കുമെന്നും KSRTC അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടറൈസ് ചെയ്യാനും സിസ്റ്റം ഇല്ലാത്ത KSRTCയിൽ പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കിയത് സ്വിഫ്റ്റ് കമ്പനി ലാഭത്തിലാണ്, KTDFC നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകും. തിരുവനന്തപുരത്ത് 10 രൂപയ്ക്ക് ഓടുന്ന ഇലക്ട്രിക് ബസ്സിന് വരുമാനമുണ്ടെങ്കിലും ലാഭമുണ്ടെന്ന് പറയാൻ പറ്റില്ല. വൈദ്യുതിയാണെങ്കിലും തുച്ഛമായ ലാഭം മാത്രമാണ് ലഭിക്കുന്നത്. അതിഭീകരമായ നഷ്ടത്തിലാണ് 10 രൂപയ്ക്ക് ഓടുന്ന ബസ്സുകളിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാനാകുന്നില്ല. പല റൂട്ടുകളിലും ഇലക്ട്രിക് ബസ്സിൽ പലപ്പോഴും ആളില്ലാത്ത അവസ്ഥയുണ്ട്. 10 രൂപയ്ക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ നിരക്ക് മാറ്റും. ഇലക്ട്രിക് ബസ് വാങ്ങുന്നതിനോട് യോജിപ്പില്ല. ഇലക്ട്രിക് ബസ് വാങ്ങുന്ന തുകയ്ക്ക് 4 ബസ്സുകൾ വാങ്ങാം. സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, അത് നടപ്പാക്കാൻ ശ്രമിക്കും. ഇലക്ട്രിക് ബസിന്റെ ഡ്യൂറബിലിറ്റി കുറവാണ്. ഇലക്ട്രിക് ബസ്സുകൾ വിജയകരമായി ഉപയോഗിക്കപ്പെട്ടതായി എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല. ശമ്പളം ഒന്നിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നു. പുതിയ ബസ്സുകൾ സ്വിഫ്റ്റിന് കീഴിൽ തന്നെ ആയിരിക്കും. അതുപോലെ വേർ ഈസ് മൈ KSRTC ആപ്പ് നടപ്പാക്കാൻ പദ്ധതിയുണ്ട്. 3 മാസത്തിനുള്ളിൽ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. ഇതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി KSRTC സർവീസുകൾ റീഷെഡ്യൂൾ ചെയ്യാൻ തീരുമാനിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ബസ് സർവീസുകൾ റീഷെഡ്യൂൾ ചെയ്യുകയെന്നാൽ സർവീസ് നിർത്തുകയെന്നല്ല, നഷ്ടത്തിലോടുന്ന റൂട്ടുകൾ കണ്ടെത്തി സമയം പുനഃക്രമീകരിക്കുകയും റീഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യും. തിരുവനന്തപുരം ജില്ലയിൽ ആദ്യ പരിഷ്കരണം നടപ്പാക്കും, പിന്നീട് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും. ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തും. മൃതദേഹവുമായി പോകുമ്പോൾ സൈറൻ ഇടാൻ പാടില്ല. ആംബുലൻസുകൾ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു.